മൈ എയിം അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക മേഖലകളും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടമസ്ഥാവകാശം, തൊഴിൽ സാഹചര്യങ്ങൾ, പ്രവർത്തനങ്ങളുടെ സ്വഭാവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വിവിധ മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ആദ്യമായിട്ടുള്ളത് പ്രാഥമിക മേഖലയാണ്. സമ്പദ് വ്യവസ്ഥയുടെ പ്രാഥമിക മേഖലയിൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവ ഏതൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവയെല്ലാം ഉൾപ്പെടും. പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ അവരുടെ ജോലിയുടെ ബാഹ്യ സ്വഭാവം കാരണം റെഡ് കോളർ തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്. രണ്ടാമതായിട്ടുള്ളത് ദ്വിതീയ മേഖലയാണ്. പ്രാഥമിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത വസ്തുക്കളിൽ നിന്ന് ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം എല്ലാം ദ്വിതീയ മേഖലയിലാണ്. അതുപോലെ ഈ മേഖലയിൽ വിവിധ തരത്തിലുള്ള വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിനെ വ്യവസായ മേഖല എന്നുകൂടി വിളിക്കുന്നുണ്ട്. ദ്വിതീയ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ ബ്ലൂ കോളർ തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്. മൂന്നാമതായിട്ടുള്ള തൃതീയ മേഖലയാണ്. പ്രാഥമിക, ദ്വിതീയ മേഖലകളുടെ വികസനത്തിന് ഈ മേഖലയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു. അതായത് വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെല്ലാം തൃതീയ മേഖലയിൽ ഉൾപ്പെടും. ഈ മേഖലയിൽ ജോലികളെ വൈറ്റ് കോളർ ജോലികൾ എന്നാണ് വിളിക്കുന്നത്. സാമ്പത്തിക മേഖലയെ 3 മേഖലകളായി വർഗീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. അതേതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അപ്പോൾ ഈ 3 തരത്തിലുള്ള വർഗീകരണം നടത്തിയിട്ടുള്ളത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്, അഥവാ CSO ആണ്. കേന്ദ്ര സ്ഥിതി വിവരണ പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സ്ഥിതി വിവരണ പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. പ്രധാന ചുമതലകൾ ഈ സ്ഥാപനത്തിന്റെ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്ഥിതി വിവരണ കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നത് ഈ സ്ഥാപനമാണ്. അതുപോലെ എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവരണ കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നതും ഈ സ്ഥാപനമാണ്. സ്ഥിതി വിവരണ കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നതും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. അപ്പൊ ദേശീയ വരുമാനം കണ്ടെത്തുന്നത് ഏത് ഓഫീസാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തുന്നത്? നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരുണ്ടെങ്കിലും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഉണ്ടെങ്കിൽ അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം എത്ര ശതമാനമാണ്? അത് 29.8% എത്ര ശതമാനമാണ്? 29.8% ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ ശതമാനം. 2011-12 സാമ്പത്തിക സർവേ പ്രകാരമാണ് ഈ കണക്കുകൾ. അതുപോലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനം ബീഹാർ ആണ്. അവിടെ 53.5% പേരും ദാരിദ്ര്യരാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും കുറവ് സംസ്ഥാനമായിട്ടുള്ളത്, ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനമായിട്ടുള്ളത് ഹിമാചൽ പ്രദേശ് ആണ്. അവിടെ 9.5% പേർ മാത്രമേ ദാരിദ്ര്യം അനുഭവിക്കുന്നുള്ളൂ. ഇനി കേരളത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഇവിടെ 12% ജനങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എപ്പോഴാണ് ഒരു രാജ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് പറയാനാവുക?
അതായത് ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ ആ രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാൻ കഴിയും. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ സർക്കാർ പദ്ധതികൾ, സർക്കാർ പരിപാടികൾ എന്നാണ് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ പദ്ധതികളിൽ വരുന്നത് അന്നപൂർണ പദ്ധതിയാണ്. അതുപോലെ അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, ഇതെല്ലാം സർക്കാർ പദ്ധതികളാണ്. സർക്കാർ പരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ സംയോജിത ശിശു വികസന പരിപാടി വരുന്നുണ്ട്, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, അതുപോലെ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, ഇതെല്ലാം സർക്കാർ പരിപാടികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ പദ്ധതികളെയും പരിപാടികളെ പറ്റിയിട്ടും വിശദമായ ഒരു ഫ്ലോ ചാർട്ടാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് വരുന്ന സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന ഒരു യോജനയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ്. ഉച്ചഭക്ഷണ പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രയോജനപ്പെടുന്നത്. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഉച്ചഭക്ഷണ പരിപാടി. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിൽ സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. അതുപോലെ ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. സംയോജിത ശിശുവികസന പരിപാടിയിൽ അംഗനവാടികൾ മുഖേനയാണ് നടപ്പാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം ചെയ്യുന്നു. അതുപോലെ നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാകുന്നു. അന്നപൂർണ പദ്ധതി സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്ന പദ്ധതിയാണ്. അന്ത്യോദയ അന്നയോജന പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പാണെങ്കിൽ അരി 3 രൂപയും ഗോതമ്പാണെങ്കിൽ 2 രൂപയുമാണ് 2 രൂപയ്ക്കുമാണ് കൊടുക്കുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ ലഭിക്കുന്നു. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 3-ൽ 1 സ്ത്രീകളായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. പൊതുവിതരണ സംവിധാനം അഥവാ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണ്? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്ന ശൃംഖലയിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ എന്ന് പരിശോധിക്കുമ്പോൾ ആദ്യം വരുന്നത് പൊതുവിതരണ കേന്ദ്രമാണ്. പൊതുവിതരണ കേന്ദ്രം, നമ്മൾ റേഷൻ കട എന്നൊക്കെ പറയുന്ന അത് പൊതുവിതരണ കേന്ദ്രം തന്നെയാണ്. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ ലഭിക്കാം? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ, ഇവയെല്ലാം അവിടെ നിന്ന് ലഭിക്കും. അടുത്ത ഹോർട്ടികോർപ്പാണ്. ഹോർട്ടികോർപ്പിൽ നിന്ന് പച്ചക്കറികളാണ് ലഭിക്കുന്നത്. അടുത്തത് വരുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുന്നുണ്ട്. ഇവരെല്ലാവരും വരുന്നത് പൊതുവിതരണ ശൃംഖലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്, അതായത് പൊതുവിതരണ സംവിധാനമാണ് ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടിട്ടുള്ള സ്ഥാപനം.
ഭക്ഷ്യസുരക്ഷയെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇതെന്നാണ് നിലവിൽ വന്നത്? 2013 പാർലമെന്റ് ഈ നിയമം അംഗീകരിച്ചത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ ഒരു കടമയാണെന്നാണ് പറയുന്നത്. അതായത് സർക്കാർ ഉറപ്പുവരുത്തണം എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന്. അതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ ഒരു അവകാശമാണെന്നാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറയുന്നത്. എന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണെന്നാണ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കോമന്റ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.